ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലോസ്കോപ്പ് അഥവാ ഓസിലേറ്റർ, അതിൻ്റെ കൂടെ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇലക്ട്രോണിക് വിഭാഗത്തിൽ വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സർക്യൂട്ടിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് ബേസിക്കായിട്ട് എന്താണ് ഓസിലോസ്കോപ്പ്, അതുപോലെ തന്നെ മൾട്ടി വൈബ്രേറ്റർ എന്താണ്, ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓസിലേറ്റർ അല്ലെങ്കിൽ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഓസിലേറ്ററാണ് ശരിക്കും ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. അതൊരു ഓസിലേറ്റർ നമ്മളൊരു ഡിവൈസായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ഓസിലോസ്കോപ്പ് എന്നുള്ളത്. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് ടൈപ്പ് ഓഫ് വോൾട്ടേജ് റേഞ്ചുകൾ, പല ഫാഷനിലുള്ള വോൾട്ടേജ് റേഞ്ചുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഓസിലേറ്റർ എന്നുള്ളത്. An oscillator is a circuit of producing voltages that vary in regular fashion with respect to time. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജുകൾ ടൈം വേരിയിങ് ആയിരിക്കും. അതായത് AC വോൾട്ടേജുകളാണ് ഉദ്ദേശിച്ചത്. സിമ്പിൾ അല്ലെങ്കിൽ സ്മോൾ സിഗ്നൽ AC വോൾട്ടേജുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്മോൾ സിഗ്നൽ AC വോൾട്ടേജുകളുടെ ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഓസിലേറ്റർ എന്നുള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ഓസിലേറ്റേഴ്സ് ആർ റിപ്പീറ്റഡ് എക്സാക്ട്ലി ഇൻ ഈക്വൽ സക്സസീവ് ഇൻ്റർവെൽ ഓഫ് ടൈം. അതായത് ടൈം ഇൻ്റർവെല്ലിനനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, റിപ്പീറ്റഡ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ സൈൻ വേവ് ഒക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ സൈൻ വേവ്, സ്ക്വയർ വേവ് ഒക്കെ പോലെ തന്നെ ഒരു റിപ്പീറ്റഡ് ടൈപ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോം ആയിരിക്കും എപ്പോഴും, വോൾട്ടേജ് വേവ് ഫോം ആയിരിക്കും ഓസിലേറ്ററിൽ ഉണ്ടാവുക. അതായത് ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ല്, ആ സ്പെസിഫിക് ഇൻ്റർവെല്ലിനെ നമ്മൾ പറയാറ് ടൈം പീരീഡ് എന്നാണ്. അപ്പോൾ ടൈം പീരീഡിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് വേവ് ഫോം ആയിരിക്കും ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം സൈനുസോയിഡൽ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കൽ സൈൻ വേവ് ഓസിലേറ്റർ എന്നാണ്, അല്ലെങ്കിൽ ഒരു ഹാർമോണിക് ഓസിലേറ്റർ എന്നും അതിനെ വിളിക്കാം. അതായത് ഔട്ട്പുട്ട് സൈനുസോയിഡൽ വോൾട്ടേജ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് സൈൻ വേവ് ഓസിലേറ്റേഴ്സ് എന്നാണ്. ഇനി സൈനുസോയിഡൽ അല്ലാണ്ട് സ്ക്വയർ വേവ് ഉണ്ട്, ട്രയാങ്കുലർ വേവ്, അതേപോലെ തന്നെ സോട്ടൂത്ത് വേവ് ഫോംസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ് ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്നത് നോൺ സൈനുസോയിഡൽ എന്നാണ്. നോൺ സൈനുസോയിഡൽ എന്നാണ് അതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നോൺ സൈനുസോയിഡൽ വേവ് ഫോമിൽ ഒരു പക്ഷേ ഇത് മൂന്നും, ഇപ്പോൾ സ്ക്വയർ വേവ്, ട്രയാങ്കുലർ, സോട്ടൂത്ത് എല്ലാം അതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓസിലേറ്ററിന് നമുക്ക് അങ്ങനത്തെ ഒരു സൈൻ വേവ് അല്ലാത്ത ബാക്കി വേവ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സിന് നമ്മൾ നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മറ്റൊരു പേരാണ് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സൈനുസോയിഡലിൻ്റെ ആണെങ്കിൽ അതിന് മറ്റൊരു പേരുള്ളത് ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഓസിലേറ്റേഴ്സിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഓസിലേറ്റേഴ്സിൽ നമ്മൾ കാണുന്ന വേവ് ഫോമുകൾ, ഇതിൽ സൈൻ വേവ് ഉണ്ട്, അതേപോലെ തന്നെ സോട്ടൂത്ത്, ട്രയാങ്കുലർ, സ്ക്വയർ വേവ് ഒക്കെ ഉണ്ട്. സോട്ടൂത്തിനെ നമ്മൾ റാമ്പ് വേവ് എന്നുകൂടെ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ആക്സിസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വോൾട്ടേജ് ആയിരിക്കും, ഇവിടെ ടൈം ആയിരിക്കും. എല്ലാറ്റിലും അങ്ങനെ തന്നെ. ട്രയാങ്കുലർ ആണെങ്കിൽ സോട്ടൂത്ത് ആണെങ്കിലും ഒക്കെ ടൈമിനനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. ഇത് V എന്നുള്ള വോൾട്ടേജ്, അതേപോലെ തന്നെ 0ൽ ടൈം T എന്നുള്ളതായിട്ട് വരുന്നുണ്ട്. ഇനി ഓരോ വേവ് ഫോമിനും ഞാൻ പറഞ്ഞിട്ടുണ്ടായത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവെൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ സ്പെസിഫിക് ടൈം ഇൻ്റർവെൽ ഏതാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൈൻ വേവിൻ്റെ തന്നെ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്നത്, ഇതാണ് ടൈം പീരീഡ്, മൊത്തം ടൈം പീരീഡ്. ഒരു വേവാണിത്, ഒരു സിംഗിൾ വേവാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് സിംഗിൾ വേവിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, T ആണ്. അപ്പോൾ ആ സിംഗിൾ വേവിൻ്റെ ടൈം T ആണ്. അപ്പോൾ T സമയം വരുന്ന അനവധി വേവുകൾ ഇതിൽ കടന്നു പോവുകയാണ് ചെയ്യുന്നത്.
അതിൽ ഇതിനെ നമുക്ക് പകുതി T/2 എന്ന് പറയാം, അതേപോലെ ഇത് T/4 അതിൻ്റെ കാൽഭാഗം എന്നുള്ളതായിട്ടൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സിംഗിൾ വേവാണ് സൈനുസോയിഡലിൽ കടന്നു പോകുന്നത്. ഇനി സ്ക്വയർ വേവിൽ ശ്രദ്ധിക്കാം. സ്ക്വയർ വേവിൽ പോകുന്ന സിംഗിൾ വേവിന് ഈ ഒരു സിംഗിൾ വേവാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ വേവിൽ അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈം പീരീഡ് ആയിട്ട് വരിക. സ്ക്വയർ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിലും ഇതേപോലെ തന്നെയാണ്, ഓരോ ടൈപ്പ് വേവുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോ ടൂത്ത് ആണെങ്കിൽ ഈ ഒരു പോർഷനാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവെൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഒരു സ്പെസിഫിക് ടൈമിനകത്ത് എന്ത് ചെയ്യാണ്, വേവ് ആർ റിപ്പീറ്റിംഗ്. അപ്പോൾ അങ്ങനെ വരുന്ന വേവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവുകളെ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടുകളാണ് ഓസിലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. വേവുകൾക്കൊക്കെ ഇത് ടൈം വേരിയിങ് ആയിട്ടുള്ള വേവുകളാണ്. ഇനി ഇവിടെ ഈ ട്രയാങ്കുലർ വേവിൻ്റെ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്ന ഏത് പോർഷനാണ്, ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്ത് 1 2 എന്നുള്ളതായിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വോൾട്ടേജ് റേഞ്ച്, അതായത് ടൈം വേരിയിങ് ആയിട്ടുള്ള വോൾട്ടേജ് റേഞ്ചുകളെ ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസാണ് ഓസിലോസ്കോപ്പ് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത പോയിന്റ്, അപ്പോൾ ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ ഓസിലേറ്റർ എന്നുള്ളത്, ഓസിലേറ്റർ വിൽ ഹാവ് നോ ഇൻപുട്ട് AC സിഗ്നൽ അറ്റ് ഓൾ ബട്ട് ഇറ്റ് സ്റ്റിൽ ജനറേറ്റ് AC സിഗ്നൽ. എന്താണ് ഓസിലേറ്റേഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ AC സിഗ്നൽ അതിന് സപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ AC സിഗ്നൽ സപ്ലൈ ചെയ്തിട്ട് വലിയ AC സിഗ്നൽ ആക്കുന്ന ഡിവൈസുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടുള്ള BJTകൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ AC ഇൻപുട്ട് സിഗ്നൽ നൽകാതെ തന്നെ എന്താ ചെയ്യുന്നത്, AC ടൈപ്പ് വേവ് ഫോമുകൾ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ AC ടൈപ്പ് വേവ് ഫോമുകൾ ജനറേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഓസിലേറ്റേഴ്സിന് DC സപ്ലൈ ഉണ്ട്. ആ DC സപ്ലൈ നൽകിയിരിക്കുന്ന DC സപ്ലൈൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിൻ്റെ അകത്തിരുന്നിട്ട് എന്താ ചെയ്യുന്നത്, ഔട്ട്പുട്ടിലേക്ക് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് വരുന്ന, അതായത് ടൈം വേരിയിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വോൾട്ടേജ് ഔട്ട്പുട്ടുകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് AC സിഗ്നൽ ഔട്ട്പുട്ടിലായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ ഓസിലേറ്റർ എന്നുള്ള സർക്യൂട്ട് നമുക്കൊരു മിക്സ്ചറായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള പോയിന്റ് അവിടെ പറയുന്നുണ്ട്. അതിന് മുന്നേ ഓസിലേറ്റർ സർക്യൂട്ട് മേക്ക് യൂസ് ഓഫ് നോയ്സ് ജനറേറ്റഡ് ഇൻ റെസിസ്റ്റേഴ്സ് അറ്റ് ദി സ്വിച്ചിങ് ഓൺ ടൈം ഓഫ് DC സപ്ലൈ ആൻഡ് സസ്റ്റെയിൻ ദി ഓസിലേഷൻസ്. അതായത് എന്താണ് ചെയ്യുന്നത്, റെസിസ്റ്റേഴ്സിലേക്ക് വരുന്ന വോൾട്ടേജ് സിഗ്നൽ അല്ലെങ്കിൽ കറണ്ട് സിഗ്നൽ, മെയിനായിട്ട് വോൾട്ടേജ് സിഗ്നലാണ്, ഡിസ്ക്രീറ്റ് ടൈമിനകത്ത് ഓരോ ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവെല്ലിൽ സ്വിച്ച് ഓൺ ചെയ്തും സ്വിച്ച് ഓഫ് ചെയ്തുമുള്ള വേരിയേഷൻസ് അതിലേക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വേരിയേഷൻ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന ആ വേരിയേഷൻസ് ആണ് ഔട്ട്പുട്ടിൽ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്താണ് നോയ്സ് ജനറേറ്റഡ് റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് DC സപ്ലൈയിൽ സ്വിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സപ്ലൈ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് വേരിയിങ് ആയിട്ടുള്ള ഓരോ ഇൻ്റർവെല്ലിനും ഒരേ സപ്ലൈ ആവുന്നില്ല, അതായത് കോൺസ്റ്റൻറ്റ് സപ്ലൈ ആവണമെന്നില്ല, ഡിഫറെൻറ്റ് സപ്ലൈകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് സപ്ലൈകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ആ റെസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി ഒരു ഓസിലേറ്റർ നിർമ്മിക്കാനുള്ള പ്രധാന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫയർ, അതിൻ്റെ കൂടെ എന്താണ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്തിലേക്ക് വേണം, ഇൻപുട്ടിലേക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കണക്ഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓസിലേറ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. ആംപ്ലിഫയേഴ്സിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് ഓസിലേറ്റേഴ്സ് മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ആംപ്ലിഫയറിൻ്റെ ഗെയിനും വിത്ത് ഫീഡ്ബാക്ക് വഴി ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുമ്പോൾ അത് ഒരു ഡിഫറൻ്റ് ആണ്. കാരണം ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടാണ് AV എന്നുള്ളതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
എ വി എന്നുള്ള ഔട്ട്പുട്ടിനെ ബി എ വി എന്ന് പറഞ്ഞാൽ, ബി അല്ല ഇവിടെ കെ ആണ് കൊടുത്തിട്ടുള്ളത്, കെ എ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആംപ്ലിഫയറിൽ നമ്മൾ എ വി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് എത്രയാണ്, അതിൻ്റെ കെ ടൈംസ്, ആ രീതിയിലാണ് അവിടെ വാല്യൂ വരുന്നത്. അപ്പോൾ അതിൽ പിന്നെ എന്താ ചെയ്യുന്നത്, അത് നമ്മൾ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ആ 1 - kV എന്നുള്ള ടേം വന്നിട്ടുള്ളത്. അപ്പം മൊത്തം ഓസിലേറ്ററിൻ്റെ ഗെയിൻ ആണ് അവിടെ പറയുന്നത്. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നതിൽ നമ്മൾ എത്ര എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് എത്ര എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഗെയിൻ കാണുന്നത്. ആ ഗെയിനിൻ്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ അത് കാണാനുള്ള വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ് എ വി. എ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ദ മെയിൻ ഫസ്റ്റ് ഔട്ട്പുട്ട്, അതായത് ആംപ്ലിഫയർ ഗെയിൻ ആണ് എ വി. എ വി ബൈ 1 - k എ വി എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ലൂപ്പിൽ വരുന്ന ഗെയിന് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് എ വി ബൈ 1 - kV എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് ഓസിലേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയാനുള്ളത്. ഓസിലേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസിലേറ്റേഴ്സ് എവിടെയാണ് നമ്മൾ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് ഡിവൈസുകളൊക്കെ ബേസിക്കായിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതൊക്കെ ഏറ്റവും ഓസിലേറ്റേഴ്സിൻ്റെ ഫസ്റ്റ്, അതായത് ഇൻവെൻഷൻ്റെ ടൈമിൽ വരുന്ന അത്രയ്ക്കും അത് അവർ ആ ഒരു ടൈപ്പ് ഡിവൈസുകളെ എന്ത് ചെയ്യാണ്, പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈസ് കാര്യങ്ങൾ, അതിൻ്റെ ഓപ്പറേഷനൊക്കെ അന്നത്തേൽ നിന്ന് ഇപ്പോൾ ഉള്ള ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ വന്നിട്ടുള്ള ഡിവൈസുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഈ ടൈപ്പ് സർക്യൂട്ടുകൾ, ഓസിലേറ്റർ സർക്യൂട്ടുകൾ, അതേപോലെ തന്നെ വൈബ്രേറ്റർ സർക്യൂട്ടുകൾ, റേഡിയോ സിഗ്നൽ റിസീവിങ്, അതേപോലെ തന്നെ സെൻഡിങ്, മോഡുലേറ്റർ, അങ്ങനെ ഒരുപാട് സർക്യൂട്ടുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഓസിലേറ്റേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് പറയുന്നത്, അഡ്വാൻറ്റേജ് അല്ല, ആപ്ലിക്കേഷൻസ് ആണ്. ക്വാഡ്സ് വാച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ പോലുള്ള ഡിവൈസ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓസിലേറ്ററാണ്. ആ ഓസിലേറ്ററാണ് ക്വാഡ്സ് വാച്ച് എന്ന് പറഞ്ഞാൽ. ക്വാഡ്സ് എന്നുള്ള അത് നോർമൽ വാച്ചല്ല, അതൊരു ടൈപ്പ് ഇതേപോലെ തന്നെ, പക്ഷേ ടൈം അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ നമ്മൾ സമയം നോക്കിയിട്ട് അങ്ങനെ പറയാൻ പറ്റുന്നതല്ല, പക്ഷെ ടൈം മെഷർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഡിവൈസുകളിൽ ഈ എന്തുണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ, ഒന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ വാച്ചുകളെന്ന് പറയാം. ഡിജിറ്റൽ വാച്ചുകളിൽ ഒരിക്കലും ഈ ഒരു സെക്കൻഡ് സൂചി കറങ്ങുന്ന രീതിയിലേക്കുള്ള അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അതിലില്ല. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സിഗ്നൽ പൾസുകൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പൾസുകളാണ് സെക്കൻഡിൻ്റെ ടൈമിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്, 1 സെക്കൻഡ് എന്നുള്ള ടൈമിലേക്ക്. അപ്പോൾ ആ പൾസുകൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് മിനിറ്റുകളും ഹവറുകളും അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വാഡ്സ് വാച്ചസിൽ ക്രിസ്റ്റൽ ടൈപ്പ് ഓസിലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേരിയസ് ടൈപ്പ് ഓഫ് ഓഡിയോ സിസ്റ്റംസ് ആൻഡ് വീഡിയോ സിസ്റ്റം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയോ വീഡിയോ സിസ്റ്റംസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയോ, TV ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ, മെറ്റൽ ഡിറ്റക്ടേഴ്സ്, സ്റ്റൺ ഗൺ, ഇൻവേർട്ടേഴ്സ്, അൾട്രാസോണിക് ആൻഡ് റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഒരുപാട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനുകളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുള്ള കമ്പ്യൂട്ടർ, മെറ്റൽ ഡിറ്റക്ടേഴ്സ്, അതായത് ഒരു പരിധി വരെ പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഇൻവേർട്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും, ഇൻവേർട്ടേഴ്സിൻ്റെ മെയിൻ സപ്ലൈ അങ്ങനത്തെ കാര്യങ്ങളിലല്ല, ഈ ഇലക്ട്രോണിക് പോർഷൻ വരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഓസിലേറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.